വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ എഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8:47 ആയി ഗൈസ്. കമത്തിക്കോ അപ്പോൾ ക്യാമറ. 8:47 ആയി ഗൈസ്. ഇപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അടിപൊളി സെറ്റപ്പാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡോറാ എക്സ്പ്ലോറർ ആവാം. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു ഗൈസ്. ആദ്യത്തെ സംഭവം ഇതെനിക്കിത് പുട്ടാന്ന് തോന്നല്ലേ? പുട്ട് എന്നാ തോന്നുന്നു. ദോശയില്ലാന്ന് പറഞ്ഞു അല്ലത് പൂരിയാലേ? പൂരി ഉണ്ട് ഗൈസ് ആദ്യത്തെ തട്ടില്. ഓ സെറ്റ് ഇലക്കാത്തൊക്കെ പൊരിഞ്ഞിട്ടാണ്. പിന്നെ അടുത്തത് പുട്ടാണോ? ഇഡ്ഡലി. ദോശയാ? ഇഡ്ഡലി അല്ല, ഇതെന്താ? ടയർ പത്തിരി. ഓ ടയർ പത്തിരി ഗൈസ്. എല്ലാവരും ഉണ്ട്. ഐശുണ്ട്, ഷൈനപ്പുണ്ട്, ഉമ്മച്ചിയുണ്ട്, വാപ്പച്ചുണ്ട്. അപ്പമാണോ അത്? ഓ എനിക്ക് അപ്പം മതി. നല്ല അപ്പോട്ടാ ഗൈസ്. അപ്പം ഉണ്ട്. കറികൾ എന്തൊക്കെയാണ്? മുട്ടക്കറി, കടലക്കറി. ഓക്കെ ഗൈസ്, ഇല്ലാത്ത സാധനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ തന്നെ. ഇനി നമുക്ക് കുറച്ച് അപ്പം കഴിക്കാം. നമുക്ക് മുട്ടക്കറിയിൽ നിന്ന് തുടങ്ങാം. മുട്ടക്കറിയും അപ്പവും കുറച്ചുകൂടെ കഴിച്ചു. ഓക്കെ, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പവും മുട്ടക്കറി എങ്ങനെ ഉണ്ടെന്ന്. ആദ്യം മുട്ടക്കറി ഉള്ളല്ലേ ഗൈസ്? നല്ല കുരുമുളകിൻ്റെ ഫ്ലേവർ. നല്ലപോലെ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പച്ചക്കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് പെപ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ ഞാനത് തീർത്തിട്ട് നമുക്ക് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. നമ്മളങ്ങനെ മുട്ടക്കറി സക്സസ്ഫുള്ളി തീർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കടലക്കറിയും അപ്പവും കൂടെ കഴിച്ച് നോക്കാം. രാവിലെ ആയതുകൊണ്ട് എനിക്ക് 2 അപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ക്രമേണ നമ്മളതെല്ലാം വേറെ ഐറ്റംസൊക്കെ കഴിയും. മുട്ടക്കറിയുടെ അത്ര ഇല്ല അമ്മ. മുട്ടക്കറിയുടെ അത്ര ഇല്ല. മുട്ടക്കറി സൂപ്പറാണ്. ഞാൻ 2 എണ്ണം ഇട്ടിട്ട് ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അല്ല, അപ്പം അതെന്താ കുരുമുളകില്ലേ, അതിൻ്റെ അടിപൊളി ടേസ്റ്റ്. അതുകൊണ്ട് മാത്രമല്ല, പെപ്പേഴ്സ് 2 പെപ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ പെപ്പർ, ഒന്ന് ബ്ലാക്ക് പെപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ടേസ്റ്റാണ് ഹൈ ഇതിൽ നിൽക്കുന്നത്, ഇറച്ചി മസാലയുടെ അല്ല. ഗൈസ്, ഗ്രീൻ പെപ്പർ പച്ചമുളകാണോ എന്ന് ചോദിച്ച്. എന്താ ഗ്രീൻ പെപ്പർ? കുരുമുളക്. അതിൻ്റെ പച്ച കുരുമുളക് കയറിയിട്ടില്ലേ? തരം ഊഞ്ഞാലുണ്ട്. ഒന്ന് ഇതുണ്ട്, പിന്നെ അവിടെ ഒരു ഫാമിലി ഊഞ്ഞാലുണ്ട്. സൈനബ് ഏതില്ല സൈന പോണേ? ഊഞ്ഞാലാണ് അവിടെ ഗൈസ്. രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഊഞ്ഞാല് വലിയ ഏട്ടനെ കാണിച്ചതാണ് ഗൈസ്. ഇന്നലെ ആരോ വാപ്പച്ചി വാത്സല്യത്തില് മമ്മൂട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ടോണ്ട് ഇവിടെ നിൽപ്പുണ്ട്. വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. ഇവിടെ കണ്ടോ, കുളമാണ് ഗൈസ്. ഇതിന് എത്ര മച്ചി താഴ്ചയുള്ള 2 ആളിൻ്റെ അടി താഴ്ചയുണ്ട് ഗൈസ് ഇവിടെ. ഇതിൽ പോയി കഴിഞ്ഞാൽ പോയതാണ്. നീന്താൻ അറിയാത്തവർക്ക് ഒരു കാര്യമില്ല. പക്ഷെ വാപ്പച്ചി പറഞ്ഞു ഇതിനകത്ത് ഒരു വലിയ ഗോൾഡ് ഫിഷ് ഉണ്ടെന്ന്. നമുക്ക് വലിയൊരു കളർഫുൾ ഇത്ര വലുപ്പം വരുന്നൊരു മീനുണ്ടെന്നാണ് പറഞ്ഞത്. വാപ്പച്ചി വന്നിട്ട് നമുക്ക് ഇറങ്ങാം. കാരണം എനിക്ക് നീന്താൻ പോയിട്ട് മര്യാദയ്ക്ക് നടക്കാൻ തന്നെ ചില സമയം അറിയില്ല. ആയിക്കൊണ്ട് സെറ്റ് വൈബാട്ടോ ഗൈസ്. ഇവിടുത്തെ കാണാണ്ട് പോയ സാധനത്തിനെ കിട്ടിയിട്ടുണ്ട്. നീലയും പിങ്കും കളറിൽ ഉടുപ്പാണ് ഇന്ന് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുളിച്ച് സെറ്റായി ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് കുറച്ച് സ്ഥലത്ത് വരെ പോകാനുണ്ട്. വാപ്പാൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അവിടെ നിന്ന് വീട് താമസമൊക്കെ ഉണ്ട്. സോ ഇന്ന് ഉച്ചക്ക് അവിടെ നിന്നായിരിക്കും ഫുഡ്. അപ്പം
ഐഷ വാവേനെ സോപ്പിടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല വരത്തില്ല പൊക്കോളാൻ. പക്ഷെ തൊടണ്ടാന്നേ. രക്ഷയില്ല. ഐഷ ഭയങ്കര സോപ്പാണ്. പിള്ളേരെ കണ്ടുകഴിഞ്ഞാൽ ചാടി വീഴും. ആദ്യമായിട്ടാണല്ലേ ചേർത്ത് ഇരിക്കുന്ന കൊച്ച് മറ്റേ പേടിച്ചിരുന്ന കരയും. ഇതെന്റെ ബ്രദറാട്ടാ ഞാൻ പറഞ്ഞ സാനിറ്ററി പ്രൊഡക്റ്റ് കാണാം അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ ലോക്കൽക്ക് ആലപ്പുഴ ഷോറൂം ഇവര് ഹോൾസെയിലാണ്. വെരളിച്ചപ്പന്റെ രാജാവാണ് വെരളിച്ചപ്പന്റെ ഞങ്ങളെന്ന് പറഞ്ഞാൽ അവരെങ്ങനെയോ അവരെ പറ്റിച്ചു. ഞാൻ എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറാന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ കേട്ടോ. സൂപ്പറാന്ന് പറയുമോ? ഇട്ട് കയറ്റി കാണിച്ചാൽ നിങ്ങളെ നീല ഡ്രസ്സ് ഇട്ടിട്ട് നീല റൂമിൽ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫുഡൊക്കെ കാണിച്ചത് ഗൈസ്. നമുക്ക് അലീസ് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മുന്നേ ഖത്തറിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാട്ടോ. ഇവിടെ ഉള്ളൊരു മധുരം ആഡ് ചെയ്തിട്ട് കഴിക്കാം, പക്ഷെ ഞങ്ങൾ മധുരമായിട്ട് കഴിക്കത്തില്ല. കൊള്ളാം, ബാക്കിയുള്ള സാധനത്തിലോട്ട് കഴിക്കാം. ഗൈസ് എല്ലാം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ആദ്യം ചിക്കൻ മന്തി, പിന്നെ മട്ടൻ ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ, ബീഫ്, ചില്ലി ബീഫാന്ന് തോന്നുന്നു ഗൈസ്, പിന്നെ തൈര്, മയണൈസ് കഴിച്ചത്. നമുക്ക് ആദ്യം മയണൈസും മന്തിയും കൂടെ കുറച്ചൊരു നല്ല ചൂടി. ഇത് കുറച്ച് മട്ടൻ ബിരിയാണി, കുറച്ച് തൈര്. ഇവർ മറ്റേ ജീര റൈസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ചെറിയ അരിയാണ്. മട്ടൻ്റെ ഒരു പീസ് വെച്ചിട്ട് മട്ടൻ ബിരിയാണി കഴിച്ചതാണ്. മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ. വരെ ചില്ലി ബീഫ് ട്രൈ നോക്കാം. മന്തിയായിട്ട് കുറച്ച് കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് വരാം. മരിക്കാം. ചൂടോട് ജിലേബി പൊരിക്കുകയാണെങ്കിൽ മാവ് പൊയ്ക്കും. ഷുഗർ സിറപ്പിൽ മുക്കിയെടുക്കാം. ഇത് റസ്ക്കാണോ അല്ലേ? കേക്കാണോ? മൈസൂർ പാക്കാണോ? ഓ കഴിച്ച മൈസൂർ പാക്ക്. ചൂട് ജിലേബി വേണ്ട. ഇത് ജിലേബി കൊടുക്കുന്നു, ജിലേബി എടുക്കുന്നു. എന്തൊക്കെ കാണണം ദൈവമേ. എന്തൊക്കെയാണ് ഗൈസ് ഈ സൈനബ് കാണിക്കുന്നത്? സുന്ദരിമണിയായിട്ടുള്ളത് കാണാൻ. ഗൈസ് അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചു. ഐഷ സൈനബ് പടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു. നമ്മളിത് വണ്ടിയിലിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ മൈസൂർക്ക് പോവാണ്. മൈസൂർക്ക് ഇവിടുന്ന് 5 മണിക്കൂർ ഉണ്ടെന്നാണ് പറയണത്. അറിയില്ല ഗൈസ് എന്താകുമെന്ന്. ഞാൻ അടിപൊളിയായിട്ട് സെറ്റ് ആയിരുന്നുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരട്ടെ ഗൈസ്. മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക്
നല്ല ഉറക്കം വരണ്ട്. അപ്പം ഇനി നല്ല സുഖനിദ്രയ്ക്ക് ശേഷം ഇനി കാണാം ഗൈസ്. ഗൈസ് കുറേ കുണ്ടും കുഴികൾക്ക് ശേഷം എനിക്ക് മുള്ളാമുട്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി, ഒരു റെസ്റ്റോറൻറ്റിൽ. എന്നിട്ട് അവിടെ നിന്ന് ഈ ഐസ്ക്രീം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നല്ല വെയിലെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല വെയിലുണ്ട്. ഞാൻ വേണമെന്നൊക്കെ പറയും, പക്ഷേ എല്ലാത്തിലും ടേസ്റ്റ് നോക്കണം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ഇതേ കൂർഗ് എത്തിയിട്ടുണ്ട്. കൂർഗിലോട്ടുള്ള ഈ റോഡ് എത്തിയപ്പോഴത്തേക്കും നല്ല സമാധാനമുണ്ട്. എല്ലാവരും എന്തേ ഉറങ്ങാൻ ശരിയാത്തത് കൊണ്ട് കുറച്ച് ടെമ്പറിലിരിക്കുകയാണ്. ആ ടെമ്പറിൻ്റെ രാജാവ് ഇതായിരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മളിതേ ഇപ്പം ഞാൻ മാത്രം വളരെ ചില്ലാണ് ഗൈസ്. കണ്ടോ, ഞാൻ എപ്പോഴും ചില്ലാണ് ഗൈസ്. അയ്യോ ഇതിങ്ങനെ തിരിഞ്ഞു വന്നു. ആ ഞാൻ എപ്പോഴും നല്ല ചില്ലാണ്. ഇവരുണ്ടോ സൈന ചിരിക്കണ പോലും ഇല്ല ഗൈസ്. ഐഷ ചിരിക്ക ഐഷ. ക്യാൻ യു ബി ഹാപ്പി പ്ലീസ്? സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ കണ്ടോ നമ്മൾ ഫുൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം എത്ര മണിക്കൂറും കൂടെ ഉണ്ടാവാ? ആ ശരിയാ, ഇവിടെ എൻ്റെ ഉള്ളേ. ഒരു 2 hours കൂടെ നമുക്കിനി യാത്രയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്പോട്ടിലെത്തും ഗൈസ്. എന്നിട്ട് പാലസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവരൊക്കെ കണ്ടിട്ടുണ്ട്, കാരണം ഇവർ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സ്കൂളിലെ അവർ നമ്മളെ വണ്ടർലയിൽ മാത്രം കൊണ്ടുപോകത്തുള്ളായിരുന്നു. ഞാൻ 2 കൊല്ലമാണ് കേരളത്തിൽ പഠിച്ചത്. ആ 2 കൊല്ലം ഞാൻ വണ്ടർലയിലായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെ കാണിച്ചു തരാം ഗായ്സ്. നമ്മളിത് കൂർഗിലുള്ള ഒരു ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അവരുടെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്, പിന്നെ ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനെ ബോർഡ് വേറെ ഭാഷയിൽ കാണുന്നത്. തമിഴാണ് പിന്നെ കണ്ടിട്ടുള്ളത്, പക്ഷെ എന്നാലും ഇങ്ങനെ കാണണത് കുറേ നാൾക്ക് ശേഷമാണ്. ഇവിടെ സാരി ഉടുക്കണത് വരെ ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. പക്ഷേ ഞാൻ അത് കിട്ടുമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഭയങ്കര ഡിഫറെൻറ്റാണ്. ഞാൻ കണ്ടിട്ടേ ഇല്ല ഇന്നവരങ്ങനെ ഉടുത്ത്. ഫോട്ടോസിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അല്ലാതെ ഇവരിങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല സാരി അങ്ങനെ ഉടുക്കണം. നമ്മൾ ഉടുക്കണ പോലെ അല്ല ഉടുക്കണത്. ഞാനൊരു ക്ലിപ്പ് കിട്ടുമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഫൈനലി മൈസൂർ എത്തിയിട്ടുണ്ട്. സ്റ്റേ ചെയ്യണ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ റൂമിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് വാപ്പിച്ച് റൂം ചെക്കൗട്ട് ചെയ്തുകൊണ്ട് വയ്ക്കുകയാണ്. നല്ലതാണോ നല്ല റൂമാണോ എന്ന് നമുക്കും പോയി നോക്കാം. അവർ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പില്ല. ഒരു 10,000 വട്ടം വഴി തെറ്റിച്ചു ഗൈസ്. എന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ശരീരം ജീവിതം പടുത്തു. ഞാൻ നല്ല ഉറക്കായിരുന്നു, ഇപ്പം എണ്ണിച്ചിട്ടേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ലിഫ്റ്റിൽ കയറി വാപ്പിച്ച് തിരിഞ്ഞേക്കുന്നത് ഗൈസ്. നമ്മൾ നമ്മുടെ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. സോ യെസ് നമ്മളിപ്പോൾ 2 റൂം കണ്ടു. അവരുടെ വേറെ റൂം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് പ്രോസസ് നടക്കണ കാരണം നമുക്ക് എന്തോ പോലെ. അപ്പോൾ ഇപ്പോൾ റൂം കാണുന്നുണ്ട്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. മിറർ കാണാൻ തന്നെ അടിപൊളിയുണ്ട് ഗൈസ്. ഞാൻ രാവിലെ തൊട്ട് തീരെ കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഗൈസ് ഈ ഡ്രസ്സിൽ. പക്ഷെ ഈ മിററിൽ കാണാനായിട്ട് നല്ല രസമുണ്ട് അല്ലേ ഷാ? യെസ്, അത് നേരത്തെ കൊള്ളായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാന്നുള്ള ഫീലിങ്. സോ ഫൈനലി ഇപ്പോഴായിട്ടൊക്കെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെ. സാരയില്ല, നമുക്ക് അറിയില്ല നമ്മുടെ റൂം ഏതാണ് ഗൈസ്. നമ്മളിതേ ഫൈനലി റൂമിൽ വന്നിരിക്കുകയാണ്. ഈ റൂം ഞങ്ങൾക്ക് ഡിസൈഡ് ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് ബെഡ്, പിന്നെ വാഷ്റൂം കാണിച്ചുതരാം. ഇവിടെയാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. ഇവിടെ വാഷ്റൂം വരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഈ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഈ ഓപ്പണിംഗ് ആണ്. ഇത് പാലസാണ്, മൈസൂർ പാലസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. രാവിലെ ആയിരിക്കും ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി ഒരു രക്ഷ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ആകാശമൊക്കെ സോ പ്രിട്ടി ആൻഡ് സി അവിടെ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് വ്യൂ ആണ്. അതുകൊണ്ട് ഐ എം സൂപ്പർ എക്സൈറ്റഡ്. പിന്നെ ഉമ്മച്ചി ഉണ്ട്, വാപ്പച്ചി അവരെ റൂം കൺഫേം ചെയ്യാൻ പോയിരിക്കുക. ഉമ്മച്ചി നല്ല സുന്ദരിയായിട്ടില്ലേ ഗൈസ്? ഉമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട്. സോ ഇതാണ്. പിന്നെ ടി വി ഉണ്ട് ഗൈസ്. കഴിഞ്ഞ റൂമിൽ ടി വി ഇല്ലായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഈ റൂമിൽ ടി വി ഉണ്ട്, പക്ഷെ നമുക്ക് സമയം കിട്ടില്ലായിരിക്കും അല്ലേ ലൈഷ? നമുക്ക് ടി വി കാണാനായിട്ട് സമയം കിട്ടാൻ ചാൻസ് ഇല്ല. ബിക്കോസ് നമ്മൾ നല്ല ടയേർഡും ആയിരിക്കും. നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്, പുറത്തൊക്കെ പോകണം. അപ്പോൾ അതാണ് അത്. ഈ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റായിട്ട് വരാം ഗൈസ്. ഗൈസ് നമ്മളിത് ഒരുങ്ങി സെറ്റായിട്ട് ഇറങ്ങി
നമ്മളിത് നടന്നുകൊണ്ടിരിക്കുക പാലസിലേക്ക്. 6 മണി വരെയാണ് നമുക്ക് പാലസ് വിസിറ്റ് ടൈം ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഷോ ഉണ്ട്. അപ്പം ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. കാർ എടുക്കുന്നത് റിസ്ക്കിയാണ് ഗൈസ് എന്ന് വാപ്പൊക്കെ തോന്നുന്നത് കൊണ്ട് വാപ്പ കാർ എടുക്കേണ്ട. നമുക്ക് നടക്കുമ്പോൾ ഒരു എക്സസൈസ് ആവുമല്ലോ. പിന്നെ ഭയങ്കര അടുത്തുമാണ് നമുക്ക് പാലസിന് അടുത്ത് തന്നെയാണ് റൂം സെറ്റായി കിട്ടിയത്. സോ 1/2 കിലോമീറ്റർ സംതിങ് അതിൻ്റെ ഉള്ളിലേ ഉള്ളൂ നമുക്ക് നടക്കാനുള്ള ഡിസ്റ്റൻസ്. ഓ ഈ ഹോട്ടൽ കൊള്ളാലേ ഗൈസ്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ എടുത്ത് കഴിഞ്ഞ് ഇവന്മാർ നമ്മളെ കാണുമ്പോൾ തന്നെ 890 രൂപ പറയും. 30 രൂപയുടെ 30 രൂപ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മേടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഐശ ഡ്രസ്സ് മാറി ഗൈസ്. ഞാൻ ഡ്രസ്സ് മാറിയില്ല ബിക്കോസ് ഇതെനിക്ക് നല്ല കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടു. ഡ്രസ്സൊന്നും മാറണില്ല. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ 2 ബസ് ഇങ്ങനെ ഇടിച്ചു ഗൈസ്. കണ്ടോ ഗൈസ്. അവരിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മളിത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഐ ലവ് മൈസൂർ ഉണ്ടാവും. ഫോട്ടോ എടുത്തോ. ഇതെടുത്തോ. എടുത്തെടുത്ത് മൈസൂരു എന്നാട്ടോ ഗൈസ്. മൈസൂർ മാത്രമല്ല ബംഗളൂരു എന്ന് പറയണ. നമ്മളിത് നടന്ന് ഇവിടം വരെ വന്നിട്ടുണ്ട്. കാർ എടുത്താൽ മതിയായിരുന്നു. മൈസൂർ പാലസ് വന്നിട്ടുള്ള ആളാണ് ഈ നടക്കുന്നത്. പക്ഷെ ഒരു വക അറിയില്ല. ബസ് നിർത്തുന്നു, അവിടെ നിന്ന് വാങ്ങി ഒന്നും അവിടെ ഉള്ളിൽ വന്ന് പെട്ടെന്നാണ് പറയുന്നത് ഗൈസ്. അതുകൊണ്ട് ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞതാ പാലസ്. അത് നമ്മൾ കണ്ട് ഇതിനുകൊണ്ട് ഞാൻ എന്താ പറയണ്ടേ, ഏതാ വരി എന്ന് പറഞ്ഞില്ല ഗൈസ്. നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ കാണുന്ന ചേച്ചിയോട് ചോദിച്ചു പാലസ് ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു ആ പാലസ്. ഇങ്ങനെ നമ്മൾ വന്നത്. പിന്നെയും തെറ്റിച്ചു. നേരത്തെ കാണിച്ചത് മൈസൂർ പാലസ് അല്ലായിരുന്നു ഗൈസ്. അത് റൈഡുകളുടെ സ്ഥലമായിരുന്നു. ഓ എന്തുവായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ കാണണതാണ് ഗൈസ്. അതാണ് ഉറപ്പിച്ച. ഇതാണ് നമ്മുടെ പാലസ് എന്നാണ് തോന്നുന്നത്. ഉമ്മച്ചി വാപ്പിച്ച് പോകുന്നുണ്ട്. തിരിച്ച് നടക്കണമല്ലോ ദൈവമേ ആലോചിക്കുമ്പോഴാണ്. ഇതാണ് സംഭവം. എങ്ങനെയൊക്കെയോ റോഡ് ക്രോസ് ചെയ്ത് ജീവനും കൊണ്ട് നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ ഇവർ നടന്നു പോകത്തേ ഉള്ളൂ. ഞാൻ കാറിന് വരത്തുള്ളൂ കേസ്. പൈസ എക്സ്ട്രാ കൊടുത്തിട്ടാണേലും എന്നെക്കൊണ്ട് കഴിയില്ല. ടെൻഷൻ അടിച്ചെൻ്റെ ഹൃദയം നിന്നുപോയി. കൈ കാണിച്ചപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി നിർത്തിയില്ല. റോഡ് ഇടിക്കാനൊക്കെ വരാം. തെറ്റിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങി വരുന്നത്. ഈ ഐശാനെ കൊണ്ട് വെറും യൂസ്ലെസ് ആണ് ഗൈസ്. ഭയങ്കര യൂസ്ലെസ് ആണ്. എക്സിറ്റ് ആണ് പുള്ളിക്കാരി പറഞ്ഞത് എൻട്രൻസ് എന്ന്. പക്ഷെ അവരത് ക്ലോസ് ചെയ്തു. അല്ലെ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചാൽ അവള് കാണിച്ചു തന്നതല്ലേ, നമ്മൾ കയറി വന്ന. ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. പാലസ് ഇരിക്കുന്ന കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. ഫൈനലി അതിൻ്റെ എൻട്രൻസിൽ വന്ന് നിൽപ്പുണ്ട്. വാപ്പ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ആ സമയം കൊണ്ട് നമ്മളെ ഇത് 2 എണ്ണം മേടിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നല്ല തിരക്കുണ്ട്, ഭയങ്കര തിരക്ക് ഗൈസ്. ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. ഇതാണ് പാലസ്. ഫുൾ സ്കൂൾ കുട്ടികളൊക്കെ ടൂറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അടുത്തുനിന്ന് ഇങ്ങനെയാണോ ഗൈസ്. ഫ്ലവർ ഷോ. ഇതിന് ടിക്കറ്റ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ടെമ്പിളിൻ്റെ വ്യൂ, പാലസിൻ്റെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കാണാനായിട്ട് സൂപ്പർ. അവിടെ എന്തോ മ്യൂസിക് ഫെസ്റ്റാണ് നടക്കുന്നത് പറയുന്നത്. അവരിത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് സ്റ്റാർട്ടിങ്. ഇപ്പം 43 ആയിട്ടുണ്ട്. അപ്പം അപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ കഴിയണമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സെഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ അവസാനം സീറ്റൊക്കെ കിട്ടി ഇരുന്നിട്ടുണ്ട്. ഇവിടെയാണ് ലൈറ്റ് ഷോ നടക്കാൻ പോണേ. ഈ ബിൽഡിങ്ങിന് ഇവിടെ നടക്കണത്. നമ്മളിവിടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:31 ആയിട്ടുള്ളൂ. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ.
പിന്നെയും ചമ്മേരിക്കാണ്. ഇത്രയും ഞായറാഴ്ചകളിൽ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. ഈ ഞായറാഴ്ച മാത്രം അവർ ലൈറ്റ് ഷോ വെച്ചിട്ടില്ല. കാരണം ഇവിടെ എന്തോ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ മ്യൂസിക്കൽ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് പ്രകാശ് എന്നാണ് വിജയ് പ്രകാശ് ആരോ വരുന്നുണ്ട്. ആ പുള്ളി വരുന്നത് കൊണ്ട് എനിക്കറിയില്ല, വാപ്പ ഒന്നും പറയല്ലേ, അതുകൊണ്ട് നമുക്കറിയില്ല. ഹെൻസ് വി ആർ ലീവിങ്. കാരണം നമുക്ക് വഴി പോലും മനസ്സിലാവുന്നില്ല കേസ്. അവിടെ നമ്മൾ ഇറങ്ങി. കാരണം അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും കഴിക്കാമല്ലോ. ഇവിടെ ഫുൾ തിന്നുന്ന സാധനങ്ങളാണ്. നമ്മളങ്ങനെ കുതിരവണ്ടിയിൽ കയറിയിരിക്കുകയാണ് കേസ്. കുതിരവണ്ടിയിലാണ് ഇപ്പോൾ ഇരിക്കണത്. എല്ലാവരും ഉണ്ട്. ഉമ്മച്ചുണ്ട്, വാപ്പച്ചുണ്ട്. ഉമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പറഞ്ഞ് തർക്കിച്ച് അവസാനം നമ്മള് ഇതിൽ കയറി നിന്ന് കഴിച്ചു. ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അവരുടെ തണുപ്പ് ഇങ്ങനെ ഓരോ മിനിറ്റ് കൂടി വരികയാണ്. അങ്ങനെ നടന്ന് ഒലഞ്ഞ് മടുത്ത് ജീവിതം എടുത്ത് നമ്മൾ ഫൈനലി ഒരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഫുഡ് നോക്കുക. പാപ്പച്ചും വെച്ച് വെജാ കഴിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി പറഞ്ഞിരുന്നു കേസ്. വേറെ ഒന്നും പറയാനില്ല. അപ്പം ഫുഡ് ഇപ്പോൾ വരും. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ബിരിയാണി അല്ല, ചിക്കൻ വരട്ടും പിന്നെ അതെന്തോ ഗ്രേവിയാണ് കേസ്. പിന്നെ ഞാനുമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ടേസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. വെജിറ്റബിൾ കുറുമ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ കഴിച്ചു. കുറച്ച് വെജ് കുറുമയും ആ ചിക്കൻ്റെ ഗ്രേവിയും. കോളിഫ്ലവർ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം ഗൈസ്, അടിപൊളിയാണ്. അപ്പം ഞാൻ തിന്ന് തീർക്കട്ടെ, തീർത്തിട്ട് ഗൈസ്. അങ്ങനെ നമ്മളിതേ റൂമിലെത്തിയിട്ട് ഇനി ഡ്രസ്സ് വരണം. എനിക്ക് തീരെ വയ്യ ഗൈസ്, മടിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ എനിക്ക് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും മാക്സിമം. അപ്പം അതൊരു സീരീസ് പോലെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തന്നെ എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് സ്നാക്സ് ഇല്ലേ, കുർക്കുറെ, ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വീഡിയോ എന്തെങ്കിലും കണ്ടോട്ടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇനി നാളെ രാവിലെ എണ്ണീച്ചിട്ട് ബാക്കി പരിപാടികൾ നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.